പാലക്കാട് ബി ജെ പിയെയും തിരസ്കരിക്കും, ബി ജെ പിയുടെ പണത്തെയും തിരസ്കരിക്കും. എന്തായാലും ദയനീയമായി പരാജയപ്പെടും എന്ന് ബോധ്യമുള്ള ബി ജെ പിയുടെ പ്രവർത്തകർ പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പണമൊഴുക്കിയിട്ട് എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രധാനമന്ത്രി നടത്തിയ പ്രചരണത്തിന് പോലും ഒരു ഇമ്പാക്റ്റും പാലക്കാട് ഇല്ല എന്നുള്ളത് സ്ഥാനാർത്ഥി തന്നെ തുറന്ന് സമ്മതിക്കുന്നതാണ് ഈ ഏർപ്പാട്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വളരെ സോഫ്റ്റ് സ്പോക്കണായി അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുടെ റിയൽ അഗ്രസീവ് ക്യാരക്ടർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് കൃത്യമാണ്. ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മണ്ഡലങ്ങളാണ്. പാലക്കാടിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത മതേതരത്വത്തിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നൊരു മണ്ണാണ്. പണക്കൊഴുപ്പ് കൊണ്ടോ കോടികൾ മറിച്ചാലോ പാലക്കാട്ട് ആ മതേതര മൂല്യം ഉള്ള മനുഷ്യന്മാരുടെ മനസ്സിനെ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. പാലക്കാട്ടൊന്ന് വോട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കൊടുക്കുന്ന പണം അത്രയും വേസ്റ്റ് ആവുകയുള്ളൂ. പിന്നെ ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് മതേതര ചേരിക്ക് ജയിക്കാൻ കഴിയൂ. അവിടെ ഈ വർഗീയതയ്ക്ക് പണം മുടക്കിയാലും വർഗീയത ജയിക്കില്ല എന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്.